അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിദ്യാർത്ഥികളെ, നമുക്ക് പുസ്തകത്തിൽ അടുത്തൊരു പ്രവർത്തനമാണ് നുഇദ്ദു മുദക്കിറത്തൻ അൻ അഹ്മിയത്തിൽ മാഇ വസ്തിഹിലാക്കിഹി ബിസ്തിആനത്തിൻ നിഖാതിലാത്തിയ. വെള്ളത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉപയോഗവും അടിയിലുള്ള പോയിൻ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് ഈ പ്രവർത്തനം. ആ പോയിൻറ്റിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ തന്നെയാണ്. ഏതായാലും അതൊക്കെ കൂടിയ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ ചെയ്തവരുണ്ട്, ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോഡൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. അസാസുൽ ഹയാത്ത്, ലഹുരി, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഓരോന്നും അതിലുള്ള ആ വാക്കുകളെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടൻ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. മുദക്കിറത്തുൻ അൻ അഹ്മിയത്തിൽ മാഇ വസ്തിഹിലാക്കി, വെള്ളത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട്. അൽ മാഉ അസാസുൽ ഹയാത്ത്. നിങ്ങളത് കണ്ടൻറ്റ് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക, ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് തന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തരാം, ചിലപ്പോൾ തന്നെ തരാം. ഏതായാലും ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അർത്ഥം ശരിക്കും പഠിക്കുക. അൽ മാഉ, വെള്ളം, അസാസുൽ ഹയാത്ത്, ജീവൻ്റെ ബേസിക്കാണ്, അടിസ്ഥാനമാണ്, ജീവൻ്റെ അടിസ്ഥാനമാണ്. ലഹൂരിയുൻ ലിൽ ഇൻസാനി വൽ ഹയവാനാത്തി വൻ നബാത്താത്തി. അത് മനുഷ്യനും ജീവികൾക്കും അത് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അനിവാര്യമാണ്. ഹയവാനാത്ത് ജീവികൾ എന്ന അർത്ഥത്തിന് പറയാം, മൃഗങ്ങൾ എന്ന അർത്ഥത്തിനും പറയാം. ഇവിടെ നമ്മൾ ഇൻസാന് കൊടുത്തുകൊണ്ട് പിന്നെ ഹയവാനാത്ത് നമുക്ക് സെപ്പറേറ്റ് അർത്ഥം കൊടുക്കാം. നമ്മളെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടുമാണ്, ഇത് രണ്ടും വരാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അടുത്ത നസ്താമിലുൽ മാ ലി തൊബഹിൽ അത്തൈമ. നസ്താമിലു ഉപയോഗിക്കുന്നു അൽ മാ, ആ വെള്ളം, ലി തൊബഹിൽ അത്തൈമ, ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കും. തൊബഹുൽ അത്തൈമ എന്താണ്? ഭക്ഷണം പാചകം ചെയ്യുക, കുക്കിംഗ്. വ ഗസ്ലിൽ ഹവാനി, അതിൻ്റെ കൂടെ നമ്മൾ വേറെ പ്രവർത്തനം നമുക്ക് ഉപയോഗം കൂടി യൂസേജും കൂടി പറയാണ്. ഗസ്ലിൽ അവാനി, പാത്രങ്ങൾ കഴുകാൻ. വസിയാവി, വസ്ത്രങ്ങൾ കഴുകാൻ, പാത്രങ്ങളും വസ്ത്രങ്ങളും കഴുകാനും ഉപയോഗിക്കുന്നു. വയന്തഫ്യു, അത് ഉപകരിക്കുന്നു. സിഹത്തിൽ ജിസ്മി ഐലൻ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അത് ഉപകരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകണം, നല്ല വെള്ളം കുടിക്കണം. നമ്മൾ എത്ര കുടിക്കണം എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതിനനുസരിച്ച് ഉണ്ടായാലേ നമ്മുടെ ശരീരം കൃത്യമായിട്ട് ആരോഗ്യമുള്ളതാവുള്ളൂ. ഓക്കെ, ലി അന്നഹു ഇന്ദമാ നഷ്റബു മാ അൻ നഖയ്യൻ നഷ്ഉറു ബിൻ നശാത്തി വൽ ഖുവ. സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസം കിട്ടുക പറഞ്ഞു. ലി അന്നഹു, കാരണം ഇന്ദമാ നഷ്റബ്, നമ്മൾ കുടിക്കുന്ന സമയം, മാ അൻ നഖയ്യൻ, ശുദ്ധജലം കുടിക്കുമ്പോൾ, നഖയ്യന ശുദ്ധം, അതുമാതിരിണ്ട്, ശുദ്ധജലം കുടിക്കുമ്പോൾ സമയത്ത് നഷ്ഉറു ബിൻ നശാത്തി വൽ ഖുവ, നമുക്ക് നല്ല ഉന്മേഷവും നല്ല ശക്തിയും അനുഭവപ്പെടും. നശാത്ത് ഉന്മേഷം, ഖുവത്ത് ശക്തി. യുസാഇദുൽ മാഉ അൻ നബാതാത്തി വൽ അഷ്ജാരി അലൻ നുമുവി, വെള്ളം എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെയും അതുപോലെ തന്നെ മരങ്ങളെയും വളരാൻ സഹായിക്കുന്നു. യുസായിദ് പറഞ്ഞാൽ സഹായിക്കുന്നു, നുമുവനെ വളരാൻ. ഫയോത്തീന അൽ ഖദ, അങ്ങനെ വളർന്നു വലുതായാലും എന്ത് ചെയ്യും? അവയും നമുക്ക് ഉപകാരം നൽകും. ഫയോത്തീന, അപ്പോൾ അവ നമുക്ക് നൽകും. അൽ ഖദ, ആ ഭക്ഷണം നൽകും. വൽ ഫവാക്കിയ, പഴങ്ങൾ നൽകും. വൽ ഖുല്ലാറ, പച്ചക്കറികൾ നൽകും. ഇത് വളർന്നു വലുതായാൽ അപ്പോൾ അവയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് അനിവാര്യമായൊരു കാര്യമായി മാറുകയാണ്. ആ നിലക്കും വെള്ളം നമുക്ക് അനിവാര്യമാണ്. അൽമാ യുസാഇദു ഐലൻ, വെള്ളം സഹായിക്കുന്നു. അല ഹിമായത്തിൽ ബിഅ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മേലും വെള്ളം സഹായിക്കുന്നു. യുസായിദ് ഐലൻ അതും ഉള്ളത്. ഹിമായത്തുൽ ബിഅ പരിസ്ഥിതി സംരക്ഷണം, നമ്മൾ പിന്നെ മേലത്തന്ന ഹിൻസിൽ വന്നതാണ്, അതുകൊണ്ട് അതിനെ ചോപ്പിച്ചിട്ടുള്ളത്. വ ജഅലിഹ നദീഫത്തൻ, പിന്നെ എങ്ങനെ അതിനെ ശുദ്ധിയായി നിലനിർത്തുന്ന വിഷയത്തിലും വെള്ളം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും അതുപോലെ അതിനെ ശുദ്ധിയായി നല്ല വൃത്തിയോടുകൂടി അതിനെ നിലനിർത്തുന്നതിലും ആക്കുന്നതിലും വെള്ളം സഹായിക്കുന്നുണ്ട്. വ ഇദാ ഉജിദത്ത് കില്ലത്തുൽ മാഇ, വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടാൽ, വജദാന എത്തിക്കുക, കാണുക, ഉണ്ടാകുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ വജദാന നേരർത്ഥം എത്തിക്കുക എന്ന, കിട്ടുക എന്നൊക്കെ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് കിട്ടിയാൽ, വെള്ളത്തിന് കുറവ് ഉണ്ടായാൽ, ഫസൗഫ തഖില്ലുൽ മവാരിദു, എന്ത് ചെയ്യും? ജലസ്രോതസ്സുകളൊക്കെ കുറയും. കാരണം വെള്ളം ഉണ്ടായാലല്ലേ അതിന് ജലസ്രോതസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യസ്അബുൽ ഐഷു, അപ്പോൾ എന്ത് ചെയ്യും? ജീവിതം പ്രയാസകരമാകും, ദുഷ്കരമാകും. യസ്അബു, പ്രയാസം. ലിദാലിക, അതിനാൽ യജിബു അലൈനൽ ഹിഫാദു അലൽ മാഇ, വെള്ളം സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്. യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാകും. അൽ ഹിഫാദു, സംരക്ഷിക്കൽ.
പിന്നെ അല്ല നുസ്രിഫ നമ്മൾ അമിതമാക്കാതിരിക്കലും ഫിസ്തിമാലി അതിനെ ഉപയോഗിക്കുന്നതിൽ ഓവറാക്കാതിരിക്കലും നമ്മുടെ മേൽ അനിവാര്യമാണ്. തദക്കർ ദാഇമൻ എപ്പോഴും ഓർക്കുക അന്നൽ മാ അഹുവ സർവത്തുൻ വാലിയ അത് അമൂല്യമായൊരു സമ്പത്താണെന്ന് എപ്പോഴും നീ ഓർക്കുക. ധനം സമ്പത്ത് എന്നൊക്കെ സർവത്ത് സമ്പത്താണെന്ന് എപ്പോഴും നീ ഓർക്കുക. വയജിബു അൻ ഹാഫിള അലൈഹി അതിനെ സംരക്ഷിക്കാൻ നമ്മുടെ മേൽ നിർബന്ധമാണ്. വനുബഖീഹിലിൽ അജിയാലിൽ ഖാദിമ വരും തലമുറകൾക്ക് വേണ്ടി അതിനെ ശേഷിപ്പിക്കലും അതിനെ സൂക്ഷിക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. അജിയാല് ജീലും ജമാജിയാല് തലമുറകൾ. ഇതാണ് തയ്യാറാക്കിയത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിന് മാറ്റിയിട്ട് നിങ്ങളുടേതായ ശൈലിയിൽ വേണമെങ്കിൽ എഴുതാം. ഇതിലെ പദങ്ങളുടെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ.